ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് നല്ല കോമഡി ഹാർഡ്വെയർ ന്യൂസാണ്. അതായത് നിങ്ങൾ ജി പി യു ഓർഡർ ചെയ്യാൻ നേരത്ത് ആമസോണിൽ നിന്നൊക്കെ സാധനം വരാൻ നേരത്ത് നിങ്ങൾക്ക് ജി പി യുനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. സ്കാം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AMDയുടെ FSR 4 എന്നുള്ള അപ് സ്കെയിലിംഗ് 90 സീരീസ് ഗ്രാഫിക് കാർഡ്, അതായത് ഏറ്റവും പുതിയ ഗ്രാഫിക് കാർഡിന് മാത്രമായിട്ടുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ അതിന്റെ ഫയലുകൾ ലീക്ക് ആകുകയും ഈ ഒരു അപ് സ്കെയിലിംഗിന്റെ ഫയൽസ് പഴയ ഗ്രാഫിക് കാർഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന രീതിയിലും ആണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ AMD മനഃപൂർവ്വം പഴയ ആൾക്കാരെ നല്ല രീതിയിലും ആ ഒരു വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കോമഡി. മൂന്നാമത്തെ കോമഡി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഹാർഡ്വെയറിന്റെ വളർച്ച വെച്ചിട്ട് പുതിയ ജനറേഷൻ പ്ലാറ്റ്ഫോം മേടിച്ച ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ല സന്തോഷ വാർത്തയല്ല. കാരണം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മളുടെ AMDയുടെ AM4 ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതിന് 2 തെളിവുകളാണ് പ്രൂഫ് അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഴയ ഹാർഡ്വെയറിലുള്ള ആൾക്കാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇനി അടുത്തൊരു 5-6 വർഷത്തേക്ക് നിങ്ങളുടെ ഹാർഡ്വെയർ ഗോൾഡ് ആണ്. പിന്നെ വേറൊരു കോമഡി ന്യൂസ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ RTX 5090 ലൈവായിട്ട് തീ പിടിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. HP അടിപൊളി സൊല്യൂഷനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഇല്ലാത്തൊരു പുതിയൊരു സൊല്യൂഷനാണ് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഗെയിമിംഗ് ലാപ്ടോപ്പ് റെന്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിലും മാസം ഇത്ര രൂപ വെച്ചിട്ട് 12 മാസത്തെ 6 മാസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 12 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ 12 മാസം തന്നെ പൈസ കൊടുത്തിട്ട് ഉള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡിൽ HP ഗെയിമിംഗ് ലാപ്ടോപ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടിട്ട് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ഹാർഡ്വെയർ ന്യൂസ് വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോമഡി ന്യൂസുകളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യം തന്നെ അപ്പോൾ ഒരു ഗ്രാഫിക് കാർഡിൻ്റെ ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോണത് ഒരു RTXന്റെ 5080 മോഡലുള്ളൊരു കാർഡാണ്. ആസ്യൂസ് പ്രൈമിൻ്റെ വരുന്ന RTX 5080 കാർഡാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഒറിജിനൽ ആണോ ഡൂപ്പാണോ 2 ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. അതൊന്ന് കണ്ടുപിടിക്കാൻ പറയാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഒരു ഇമേജാണ് ആസ്യൂസ് പ്രൈമിൻ്റെ RTX 5080 കാർഡ്. ഇനി ഞാൻ സ്ലൈഡർ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ കാണുന്നതും ആസ്യൂസ് പ്രൈമിൻ്റെ RTX 5080 കാർഡാണ്. ഇതിൽ ഒരെണ്ണമാണ് ഒറിജിനൽ. ഗൂഗിൾ ചെയ്ത് നോക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഇപ്പുറത്തേക്ക് സ്ലൈഡ് ചെയ്യാൻ നേരത്ത് ഈ ഒരു കാർഡ് RTX 5080 കാർഡാണ് ആസ്യൂസ് പ്രൈമിൻ്റെ. ഇതും വേറൊരു കാർഡ്. വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ലാസ്റ്റ് ചാൻസ്. ഇത് ഒന്നും കൂടി നോക്കിക്കോളാം. ഇതൊരു കാർഡ്, ഇത് മറ്റേ കാർഡ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഇത് ടെസ്റ്റ് ചെയ്ത് ഹാർഡ്വെയറിൽ നോക്കാൻ നേരത്തെ രണ്ടിനും 16 GB VRAM ഒക്കെ കാണിച്ചു. ഇത് മേടിച്ച ആൾ കണ്ടുപിടിച്ചത്, എല്ലാവരും ടെക്കിൽ പ്രാന്തന്മാരെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ പുള്ളി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് തോന്നി പിക്ചേഴ്സ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് കണ്ടുവന്നത്. അപ്പോൾ സംഭവിച്ച വേറൊന്നുമല്ല, സാധനം ഓർഡർ ചെയ്തു, സാധനം കിട്ടി. 16 GB VRAM ഉള്ള കാർഡ് തന്നെ കിട്ടി. സംഭവം അതിൻ്റെ ഉള്ളിൽ സാധനം എല്ലാം മാറ്റിയിട്ട് 5060 Ti 16 GB ആ ഒരു PCB കയറ്റിയിട്ടാണ് ഈ ഒരു കാർഡ് 5080 എന്നുള്ള രീതിയിൽ കിട്ടിയത്. സ്കാം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കാരണം 5080 പവർ ഹംഗ്രി കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന കാർഡ് എന്ന് പറയുന്നത് 8-pin PCIe കണക്ടറാണ്. അപ്പോൾ ഇത് 5060 Ti ആണ്. ഇതും 8-pin PCIe കണക്ടർ തന്നെയാണ്. ഈ ഒരു കാർഡ് ഈ ഒരു പിന്നിൻ്റെ വ്യത്യാസത്തിലല്ലാതെ ആ ഒരു ബാക്കിയുള്ള ബോർഡൊക്കെ എനിക്കൊന്ന് 3D പ്രിൻ്ററൊക്കെ വെച്ചിട്ട് അടിച്ചിറക്കിയതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ചതിയിൽ ചെന്ന് പെടാതെ ഇരിക്കുക. ഈ ഒരു സംഭവമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ CPU Z എന്നും പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാർഡിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കോമഡി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ AMDക്ക് പിന്നെയും ചെറിയൊരു അബദ്ധം പറ്റി. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് ടീം എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ FSR 4, അതായത് RDNA 4 GPUസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഇറക്കിയിട്ടുള്ള FSR 4 എന്ന് പറയുന്നുള്ള അപ് സ്കെയിലിംഗ് ടെക്, അതായത് ചെറിയ റെസൊല്യൂഷനിൽ നിന്ന് നല്ല ഇമേജസ് എടുത്തിട്ട് FPS ഒക്കെ ബൂസ്റ്റ് ചെയ്ത് തരുന്ന ആ ടെക്നോളജി നമ്മുടെ DLSS 4നോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറക്കിയത്. അപ്പോൾ ആ ഒരു ടെക്നോളജി അവർ ആദ്യം ഇപ്പോഴും FSR 4 എന്നുള്ള ടെക്നോളജി RDNA 4 GPUസിനാണ് മാത്രം കൊടുത്തത്. അതായത് ഏറ്റവും പുതിയ 9000 സീരീസിൽ വരുന്ന GPUസിന്. അപ്പോൾ ഇതെന്തുകൊണ്ടിട്ട് പഴയ GPUസിൽ വരുന്നില്ല, പഴയ GPUസിന് ഒഴിവാക്കിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിടക്ക് നമ്മളുടെ AMD അറിയാതെ എവിടെയോ ഇതിൻ്റെ DLL ഫയൽസ് ലീക്കായി. INT8 DLL എന്നുള്ള ആ ഫയൽ ലീക്കായി. അതായത് നമുക്ക് FSR 4 ടെക്നോളജി പഴയ ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫയൽ ലീക്കാകുകയും ഇവർ അത് ഉടനെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് റൺ ചെയ്ത് നോക്കി പഴയ RDNA 2.3 ഗ്രാഫിക് കാർഡ്, അതായത് നമ്മുടെ 6000 സീരീസ് 7000 സീരീസിൽ വന്ന ഗ്രാഫിക് കാർഡിലൊക്കെ ഉപയോഗിച്ച് നോക്കി യാതൊരു ഇഷ്യൂസും ഇല്ലാതെ FSR 3.1-നേക്കാളും നല്ല ബെറ്റർ ക്വാളിറ്റി ഇമേജസ് തരുന്ന അപ് സ്കെയിലിംഗ് ആയിട്ട് ഈ ഒരു ഹാർഡ്വെയർ നമ്മുടെ ഈ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ഫോർ മറ്റേ RDNA 4 GPUs 9000 സീരീസിന് മാത്രമുള്ള അതേ ടെക്ക് പഴയ ഗ്രാഫിക് കാർഡിൽ റൺ ചെയ്ത് നോക്കി ഈസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വരുന്നത് ഇതാണ്, എന്തുകൊണ്ട് AMD
ഇത് റിലീസ് ചെയ്യുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ AMD തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരാനായിട്ട് ബാധ്യസ്ഥരാണ്. കാരണം AM4 ടെക്നോളജി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. AMDയുടെ മാർക്കറ്റിംഗ് ടീം അന്നും ഇന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കുക, എങ്ങനെയൊക്കെ ഞങ്ങളുടെ കമ്പനീനെ സ്വയമായിട്ട് നാറ്റിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പഴയ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്. കാരണം DLSS 4.5 എന്നുള്ള ടെക്നോളജി FP8 എന്ന് പറയുന്ന ഒരു സംഭവം കാൽക്കുലേഷൻ പഴയ സംഭവത്തിന് ഗ്രാഫിക് കാർഡിനില്ല. 2000 സീരീസും 3000 സീരീസിനും ഗ്രാഫിക് കാർഡിനില്ല. അപ്പോൾ VRAM ഒരുപാട് യൂസ് ചെയ്യുന്നു, ചിലപ്പോൾ പെർഫോമൻസ് കുറഞ്ഞ ഇമേജ് ക്വാളിറ്റി കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും അതൊരു അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. പഴയ GPU ഒക്കെ വെച്ച് റൺ ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറും, ഗെയിം അനുസരിച്ച് മാറും. അപ്പോൾ AMD പറഞ്ഞത് ഇത് നമുക്ക് ആ പരിപാടി നടക്കില്ല, ആ ഒരു സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ അങ്ങനെ തന്നെ എന്താ പറയുക കള്ളമായി മാറി. അപ്പോൾ AMD വീണ്ടും ഇത്തരം വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AMD മറ്റൊരു വശത്തൂടി അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ചെയ്തു വെച്ച ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള AM4 പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. വേറൊന്നുമല്ല ഗൈസ്, AM4 is back. AM5 ആണ് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. പക്ഷേ സെയിൽസിന്റെ കാര്യത്തിൽ AM4ന്റെ പാർട്സ് ആണ് ഇപ്പോഴും സെല്ലായിക്കൊണ്ടിരിക്കുന്നത്. അത് കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AM4 വന്നിട്ട് ഏകദേശം 9 വർഷത്തോളമായി. ഇപ്പോഴും ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്ക, കാനഡ, UK, യൂറോപ്പിൽ അത്യാവശ്യം യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊക്കെ സെല്ലായി ടോപ്പ് ലെവലിൽ സെല്ലായിക്കൊണ്ടിരിക്കുന്ന മദർ ബോർഡ് ചിപ്സെറ്റ് എന്ന് പറയുന്നത് B550 സീരീസാണ്. അതായത് B650നെയും B850നെയും ഈസി ആയിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് B550 ചിപ്സെറ്റ് സീരീസ് വിറ്റുകൊണ്ടിരിക്കുന്നത്. USA, കാനഡ, UK, ജർമ്മനി ഇതില്ലാത്ത എല്ലായിടത്തും B550 നമ്പർ 1 സെയിൽസിലാണ് മദർ ബോർഡിൻ്റെ കാര്യത്തിൽ. നമ്മൾ അമേരിക്കയിൽ അതായത് നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡ് എന്ന് പറയാൻ വേണമെങ്കിൽ അതായത് ASUS ROGന്റെ B550F എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് വൈഫൈ ആ ഒരു മോഡലാണ് സെയിലായിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി മദർ ബോർഡാണ്. UKയിലും കാനഡയിലും ASUS ടഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന B550 അതും പ്ലസ് വൈഫൈ എന്നുള്ള മോഡലും പിന്നെ MSIയുടെ B550 സീരീസുമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഉള്ള ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ MSIയുടെ ആ പറഞ്ഞ പോലെ തന്നെയുള്ള B550 MPG B550 മോഡലാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്ക് പറയാനാണെങ്കിൽ ഞാൻ ഈ വായിച്ച കണക്കിൽ 55,370 യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ ഈ വിറ്റത്. അതിൽ ഈയിടെയായിട്ട് 70 യൂണിറ്റ് ഒരാഴ്ച, അതായത് ഒരാഴ്ച ആവറേജ് 70 യൂണിറ്റ് വെച്ചിട്ട് 70 പേര് മദർ ബോർഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അത് ഈ പറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് MSIയുടെ MPG B550 മോഡലാണ് കേട്ടോ, നല്ല മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങളപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൈസിൽ ഈ സാധനം വീണ്ടും കയറി വരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റാമിൻ്റെ പ്രൈസ് കൂടി. അപ്പോൾ AM5 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് DDR5 പ്ലാറ്റ്ഫോമാണ്. എന്താ പറയുക അതായത് DDR5 റാം വരും. അത്രയും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നിട്ട് PCIe ഒക്കെ Gen 3 Gen 4 Gen 5 ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രൈസിംഗ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. പിന്നെ വേറൊന്നുമല്ല, നമ്മളുടെ ഒരു നല്ലൊരു AM5 ക്വാളിറ്റി ഉള്ള മദർ ബോർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജർമ്മനിയിലെ പ്രൈസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 160-180 യൂറോളം വരും. അപ്പോൾ ആ ഒരു കണക്കിൽ നമ്മളുടെ നല്ലൊരു AM4 മദർ ബോർഡ്, നല്ല പ്രീമിയം ക്വാളിറ്റി മദർ ബോർഡ് B550 സീരീസ് നോക്കുകയാണെങ്കിൽ ഒരു 100-120 യൂറോസിനും ഇടയിൽ നമുക്ക് ടോപ്പ് ക്വാളിറ്റി നല്ല VRM ഒക്കെ ഉള്ള X3D ചിപ്സ് ഒക്കെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു മദർ ബോർഡ് കിട്ടും. അപ്പോൾ ഗെയിമിംഗ് എന്നുള്ള നിലയിൽ അത് വെച്ച് നോക്കാൻ നേരത്തെ X3D ചിപ്പൊക്കെ നല്ലൊരു മദർ ബോർഡിലിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ DDR5ൻ്റെ റാമിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ DDR5ൽ വരുന്ന പുതിയ ചിപ്സെറ്റിൻ്റെയൊക്കെ CPUടെയൊക്കെ പെർഫോമൻസ് വെച്ച് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ സെല്ലായിക്കൊണ്ടിരിക്കുന്നത് 5000 സീരീസാണ്. എനിക്കൊന്നും 5600 5800X എന്നൊക്കെ പറയുന്ന ഒരു കിഡിലൻ പ്രോസസ്സറുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഗെയിമേഴ്സിനും പറ്റിയ നല്ല അടിപൊളി പ്രോസസ്സറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഇതായിരിക്കും ട്രെൻഡ്. DDR5ൻ്റെ പ്രൈസ് കൂടുകയും ആ DDR5 AI കമ്പനികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിട്ട് നമ്മളെപ്പോലുള്ള ഗെയിമേഴ്സിന് ഇത്തിരി സ്പീഡ് കുറഞ്ഞ DDR4ലേക്കുള്ള ഒരു കോംപ്രമൈസിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു AM4 ബിൽഡാണ് ഇരിക്കുന്നത്, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോം വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഗെയിമർ എന്നുള്ള നിലയിൽ ഗെയിമിംഗ് കമ്പനികളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗെയിം ഇത്തിരിയെങ്കിലും ഒപ്റ്റിമൈസ്ഡ് ആയി തുടങ്ങും. NVIDIA എത്ര പ്രൈസ് കൂട്ടിയാലും മേടിക്കാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ടെക്നോളജി കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും നല്ലൊരു ടെക്നോളജി ഉള്ള നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർഡുകളാണ് അവർ എപ്പോഴും കൊണ്ടുവരുന്നത്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കാൻ നേരത്ത് ആ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, AM4 ഈസ് ബാക്ക്. അപ്പോൾ
AMDയുടെ FSRന്റെ ആ 4 ടെക്നോളജി അവർ മനഃപൂർവ്വം കൊണ്ടുവരാതെ ഇങ്ങനെയുള്ള കുറേ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന ആ പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഈ AM4ന്റെ പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ച. അപ്പോൾ ആ AM4ന്റെ പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാര്യം, അതായത് ഒരു പ്രൂഫും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, AM4 ഈസ് ബാക്ക് എന്ന് പറയാനായിട്ട് കാരണം ലോകത്തിൽ ഇപ്പോൾ സെയിൽസിന്റെ കാര്യത്തിൽ നമ്പർ 1 അടിച്ചിരിക്കുന്നത് AM4 CPU അല്ല, AM5 CPU ആണ്. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആണ് ഇപ്പോൾ. 9800X3D ചിപ്പാണ്. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വന്നിരിക്കുന്നത് 5800Xും 5800XT എന്ന് പറയുന്ന AM4 ബേസിസിൽ വരുന്ന ഒരു CPU ആണ് ഇത് രണ്ടും. ഇവന്മാർ വെട്ടിച്ചിരിക്കുന്നത് നമ്മളുടെ ലോകത്തിലെ മൂന്നാമത്തെ ഫാസ്റ്റസ്റ്റ് CPU ആയ 7800X3D. ആ ഒരു പ്രൈസിലേക്ക് ആരും പോകുന്നില്ല, അവരെല്ലാവരും AM4ലേക്കാണ് തിരിച്ചു വരുന്നത്. DDR5ൻ്റെ പ്രൈസൊക്കെ കാരണം കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ ലോകത്തിലെ എന്താ പറയുക, ഫാസ്റ്റസ്റ്റ് ഗെയിമിംഗ് CPU സെയിലാകുന്നില്ല. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 9800X3D ഫസ്റ്റ് അടിക്കുമ്പോൾ സെക്കൻഡ് നിൽക്കുന്നത്, സെക്കൻഡ് തേർഡ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ AM4 ചിപ്പുകളാണ്. ഇപ്പന്മാർ 7800X3D ഇപ്പോൾ എവിടെ പോയെന്നും അറിയില്ല. അപ്പോൾ കണക്കുകളുടെ കാര്യത്തിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ റിലീസാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലും ഇന്ത്യയിൽ ആ ഒരു ടൈപ്പ് കണക്കുകൾ വരുമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ലതാണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അമേരിക്കയിൽ നമ്മളുടെ ഈ കണക്കുകൾ വരാൻ നേരത്തെ 9800X3D കഴിഞ്ഞ മാസം 5000 പീസാണ് ഷിപ്പ് ചെയ്തത്. സെക്കൻഡ് വന്നിട്ടുള്ളത് റൈസൻ്റെ 5800XT, അത് 3000 പീസും. പിന്നെ വന്നിട്ടുള്ളത് നമ്മളുടെ 7800X3D ആണ്, 1000 പീസും. അപ്പോൾ 5800XT എന്ന് പറയുന്ന ആ ഒരു ചിപ്പ് 9600X അതൊരു പുതിയൊരു ചിപ്പാണ്. നമ്മുടെ പിന്നെ 5000 എന്ന ചിപ്പ്. ഇവരൊക്കെ ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള AM4ലും AM5ലേക്ക് വരുന്ന നല്ലൊരു ചിപ്പ് CPUs ആണ്. ഇവരെയൊക്കെ അടിച്ചിട്ടാണ് ഈ 5800XT ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഉള്ള ജർമ്മനിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 5800X ആ ഒരു കമ്പനി പുറത്തു വിട്ട മൈൻഫാക്ട് എന്നൊരു വെബ്സൈറ്റാണ്, ഒരാഴ്ചയിൽ വിറ്റത് 120 പീസാണ്. 5800X എന്ന് പറയുന്ന ഒരു ഇത് 7800X3D അതേപോലെ തന്നെ 120 യൂണിറ്റ്സും ഒരേ. അപ്പോൾ സംഭവം 7800X3D 5800 രണ്ടും രണ്ട് ജനറേഷനിലുള്ള CPUs ആണ്. അപ്പോൾ ഇപ്പോഴും അവൻ 9 വർഷം AM4 ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പഴയ Zen 3 ആർക്കിടെക്ചറിൽ വരുന്ന CPU ഇപ്പോഴും പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൻ ആ അന്നത്തെ കാലത്ത് ഇറങ്ങിയ സമയത്ത് എന്തായിരിക്കണം എന്ന്. അപ്പോൾ വേറൊന്നുമല്ല, ഇതെനിക്കൊന്നു ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റാമിൻ്റെയും SSDയുടെയും പ്രൈസസിൻ്റെ പ്രശ്നങ്ങൾ കാരണം കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ DDR4 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്കെല്ലാ ഗെയിമേഴ്സിന് വീണ്ടും പോസിറ്റീവ് ന്യൂസ് ആണ്. കാരണം ഗെയിംസ് എല്ലാം ആ ഒരു പഴയ ഹാർഡ്വെയർ ബേസ് ചെയ്തുകൊണ്ടിട്ട് പതുക്കെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതും ഒരു കോമഡി പോസിറ്റീവ് ന്യൂസ് ആണ്. നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണ്ട, ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഞാൻ എൻ്റെ ഈ AM5 PC വിറ്റിട്ട് നല്ലൊരു, ഞാനിപ്പോൾ മേടിച്ചതിനേക്കാളും ഒരു 50,000 രൂപ 60,000 രൂപ കൂടുതൽ എനിക്ക് ഈ ഒരു PC വിറ്റാൽ ഈ PC ആയിട്ട് കിട്ടും. കാരണം ഞാൻ മേടിച്ച സമയത്ത് അങ്ങനത്തെ രീതിയിലാണ് നല്ല പ്രൈസൊക്കെ നോക്കിയിട്ട് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ആ 50,000 60,000 രൂപയ്ക്ക് എനിക്ക് ഒരു AM4 ആ ലാഭത്തിൽ നിന്ന് മാത്രം എനിക്കൊരു സെക്കൻഡ് പാർട്സ് യൂസ് ചെയ്തിട്ട് ഒരു AM4 ബിൽഡ് ഈസി ആയിട്ട് പണിതെടുക്കാം. അപ്പം അങ്ങനെ എത്തിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു AM4 പ്ലാറ്റ്ഫോമിലാണ് ുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഗെയിമിങ്, കണ്ടന്റ് ക്രിയേഷൻ, സ്ട്രീമിങ് ഇതിനൊക്കെ പറ്റിയ ഒരു ചിപ്പ് തന്നെയാണ് നമ്മുടെ 5800X എന്ന് പറയുന്നത്. 8 കോറും 16 ത്രെഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പെർഫോമൻസ് വരുന്ന ഒരു CPU ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5700X3D 5800X3D ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ പക്ഷേ എൻഡ് ഓഫ് ദ ലൈഫായി, പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോണിറ്റർ അപ്ഡേറ്റ് ചെയ്യും, നല്ലൊരു ഈ AM5ലേക്കൊന്നും പോകാതെ നല്ലൊരു മോണിറ്റർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. HP പുതിയൊരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ റാമിൻ്റെയും SSDയുടെയും ഷോർട്ടേജ് ഒക്കെ ഉള്ളത് കാരണം ഞങ്ങളൊരു പുതിയ ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് വേറൊന്നും ഇട്ടിട്ടല്ല, നമ്മുടെ ഓമൻ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ സർവീസ്. അതായത് നിങ്ങൾ നമ്മുടെ ക്ലൗഡ് ഗെയിമിംഗ് അല്ല, ഒരു ലാപ്ടോപ്പ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ്. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 12 തൊട്ട് 25 മാസം വരെ നമുക്കിത് എടുക്കാം. 25 മാസം നിങ്ങൾ മാസം ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും 25 മാസം കഴിയാൻ നേരം നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് ഒന്നും സ്വന്തമാകാൻ പോകുന്നില്ല, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയതുകൊണ്ടിട്ട്. അപ്പോൾ 25 മാസം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൈസയായി. എന്നാൽ പോലും നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് കൊടുക്കണം. ഇത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കൊടുത്തിട്ട് വേറെ ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഈ NVIDIAയുടെ ക്ലൗഡ് ഗെയിമിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്, നമ്മുടെ Xboxൻ്റെ, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ അതൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ എന്തുമാത്രം ഇതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളുടെ വിക്ടസ് 15 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് Ryzen 7 പ്രോസസ്സർ, ഏത് പ്രോസസ്സറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അറിവ്
അത്ര പോരാ. RTX 4050 മോഡലാണ് 6GB വരുന്നത്. 16GB മെമ്മറിയും 1TB സ്റ്റോറേജും വരുന്ന ഫുൾ HD 144 ഹെർട്സിന്റെ ആ ഒരു മോഡല് 49, അതായത് $50 പെർ മന്ത്. ഇതൊക്കെയാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഇവർ കാണിച്ചിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഇന്റൽ പ്രോസസ്സറാണ്, കോർ അൾട്രാ 9 പ്രോസസ്സർ. ഏതാണെന്ന് എനിക്കറിയില്ല. RTX 5080 വരുന്ന മോഡലാണ്. 16GB GDDR7 മെമ്മറിയാണ്, 32GB റാമും 1TB സ്റ്റോറേജും. അപ്പോൾ 240 ഹേർട്സ് ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു മോഡല്, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡല്. അപ്പോൾ HP അപ്പോൾ പതുക്കെ ഇത് കോമഡി വേറൊന്നുമല്ല, പതുക്കെ ഈ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു ബേസ് ആയിട്ടുള്ള ഗെയിമിംഗ് PC ഒരു 3-4 പണിത് വെച്ചിട്ട് കഫേയോ അല്ലെങ്കിൽ കഫേ വലിയ ലാഭമായിരിക്കില്ല, കാരണം കറണ്ടും കാശും സ്ഥലവും ഇതെല്ലാം മീൻസ്. അപ്പോൾ നിങ്ങൾ ലീസിന് കൊടുത്തിട്ട് കോൺട്രാക്ട് വെച്ചിട്ട് അതും നല്ലൊരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ HP യുടെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ ചൈനയിൽ ഒരു ഗതികിട്ടവൻ പാവം ഒരു RTX 5090 കാർഡ് എങ്ങനെയോ അവൻ എത്തിച്ചു. ചൈനയിൽ ഒഫീഷ്യലായിട്ട് RTX 5090 റിലീസായിട്ടില്ല. 5090Dയും Dയുടെ തന്നെ V2 മോഡൽ, ഈ ഒരു മോഡലാണ് ചൈനയിലുള്ളത്. അപ്പോൾ ഇവൻ എങ്ങനെയൊക്കെ അവിടെ എത്തിച്ച്. MSIയുടെ ഒരു മോഡലായിരുന്നു സംഭവം. വീഡിയോ ഒക്കെ എടുത്ത് പുതിയ അവന്റെ കാർഡൊക്കെ മാറ്റി ഓൺ ചെയ്തു. ഗ്രാഫിക് കാർഡ് വീണ്ടും അത് 5090 ഫേമസ് ആണ്, തീ പിടിച്ചു. അപ്പം വീഡിയോ എടുത്ത് ഇവരെ ഏകദേശം അറിയാമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഉണ്ടായിരുന്ന പഴയ 5060 കാർഡാണ്. അപ്പോൾ അവൻ പവർ സപ്ലൈ മാറ്റിയാണ്. 5060 പവർ സപ്ലൈ അല്ല, അവൻ 1200-1300 വോട്ടിന് ഒരു പവർ സപ്ലൈ പുതിയത് മാറ്റി വെച്ചിട്ടാണ് ബട്ട് ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു പുതിയ ഗ്രാഫിക് കാർഡ് കണക്ട് ചെയ്തത്. അപ്പോൾ തീ പിടിച്ചു. അപ്പോൾ ഇവന് ഏകദേശം അറിയായിരുന്നു, പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലും സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യലായിട്ട് സർവീസിന് അയക്കാൻ വേണ്ടി പറ്റില്ല, റീപ്ലേസ്മെൻറ്റ് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് എത്തിച്ചെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ചൈനയിൽ ഒഫീഷ്യലായിട്ട് റിലീസ് ആകാത്ത സാധനത്തിന് എങ്ങനെയാണ് ചൈനയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് MSI ഇത് സംഭവം MSIയുടെ കാർഡായതുകൊണ്ട് MSI അറിയുകയും ഇതിനുള്ള പരിഹാരം എന്തായാലും എത്തിക്കും. അപ്പോൾ എന്തൊരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ. ഇല്ലാത്ത സാധനം വേറെ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തീ പിടിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവങ്ങളെല്ലാം അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്കും അതൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി. നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് നല്ല അടിപൊളി ചാനൽസ് ഉണ്ട്. ഞാൻ കാണാറുള്ള കുറച്ച് ചാനൽസാണ് ഈ GG ഗാഡ്ജറ്റ്സ് ആണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ചാനൽ. പിന്നെ ടെക്നോ ഫാക്ടറി, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളുടെ ചാനലുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി വീണ്ടും കുറേ പേര് ഇങ്ങനെ വന്ന് ഈ ഒരു സംഭവത്തിലൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ അമേരിക്കയിലുള്ള എന്താ പറയുക ഗെയിമേഴ്സ് നെക്സസ്, ഹാർഡ്വെയർ അൺബോക്സ്ഡ്, ഓസ്ട്രേലിയയിലുള്ള നമ്മളുടെ LTT ലൈനസ് ടെക് ടിപ്സ്, ഇതേപോലെയുള്ള ഒരു സംഭവം നമ്മുടെ കേരളത്തിലും വരണം. നമ്മളുടെ എന്താ പറയുക എനിക്കിപ്പോൾ ഏകദേശം ഈ വർഷം 30 ദിവസമാവും. അപ്പോൾ എനിക്കാ പറ്റിയില്ല. അപ്പോൾ അടുത്ത വർഷത്തെ പിള്ളേർക്കെങ്കിലും ചെറുതിലോട്ടിട്ട് തന്നെ ഈ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അറിഞ്ഞിരിക്കണം. ഇത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ വർഷം RDR 2 എന്നുള്ള ഗെയിം കളിച്ച് തീർത്തപ്പോൾ അവസാനം അതിൽ വർക്ക് ചെയ്ത ഡെവലപ്പേഴ്സിൻ്റെ പേര് കാണിച്ചു. അപ്പോൾ പേര് കണ്ടതിൽ കുറച്ചൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. കുറച്ച് പേരൊക്കെ അമൽ, ഒരു ഉണ്ണികൃഷ്ണൻ, അപ്പോൾ കുറേ മലയാളി പേരൊക്കെ എനിക്ക് നല്ല രീതിയിൽ തോന്നി. കുറേ ഇന്ത്യക്കാർ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഒരു ഇതിൽ നല്ല അടിപൊളി, അതായത് വേൾഡ് ക്ലാസ് ലെവൽസുള്ള പ്രൊഫഷണൽസ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പണിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ഭാവിയിലേക്ക് വരാൻ വേണ്ടി പോകുന്ന തലമുറക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഈ ഒരു ചാനലിലുള്ള ലക്ഷ്യം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.